ഹായ് ഓൾ വെൽക്കം ടു ക്ലാസ്മേറ്റ് മലയാളം. ഇപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ചാപ്റ്ററിലെ രണ്ടാമത്തെ സെക്ഷനായ ക്രിയാവിശേഷങ്ങൾ സ്പെഷ്യൽ ഓപ്പറേഷൻസിലെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആ ചോദ്യം എന്താണെന്ന് നോക്കാം. നോക്കൂ, ഗിവൺ ബിലോ ഈസ് എ മെത്തേഡ് ടു ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് 36 × 28. താഴെ തന്നിരിക്കുന്ന എന്താണ്, 36 × 28 എന്ന ഗുണനഫലം കണ്ടുപിടിക്കാനുള്ള ഒരു രീതിയാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് സാധാരണ എന്ത് ചെയ്യും, 36 × 28 നമ്മൾ എന്ത് ചെയ്യും, 36 × 28 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 1008 കിട്ടും. സോ 6 × 8 എന്ത് കിട്ടും, നമുക്ക് 48. ദെൻ ബാക്കി നമ്മൾ എന്ത് ചെയ്യും, 3 × 8 24. ദെൻ അതിൻ്റെ റിമൈൻഡർ 4 എടുക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാൽക്കുലേഷൻസ് എന്താണ് നമ്മൾ ചെയ്ത് 1008 നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, ഇവിടെ ഇത് കണ്ടുപിടിക്കാൻ മറ്റൊരു രീതി അവർ പറയുന്നുണ്ട്. മറ്റൊരു രീതി, നമ്മൾ ഈ 36 എന്നൊക്കെ എഴുതുന്നതിനേക്കാളും ഡിജിറ്റിൻ്റെ ആ പ്രോഡക്റ്റ് ആയിട്ട്, അതിൽ ഓരോ ഡിജിറ്റിൻ്റെയും പ്രോഡക്റ്റ് ആയിട്ട് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്. സോ ഇതെങ്ങനെ വന്നു എന്നുള്ള കാര്യം നോക്കാം, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമുക്ക് കണക്കിലേക്ക് പോകാം. അതായത് ഇവിടെ 36 × 28 അല്ലേ എടുത്തിരിക്കുന്നത്. സോ 36 മീൻസ് 30 + 6 അല്ലേ, 30 + 6. നമുക്ക് മറ്റൊരു രീതി എന്താണ്, 30 + 6 നമ്മുടെ കയ്യിലുണ്ടാവും, 28 20 + 8 ഉണ്ടാവും അല്ലേ, 20 + 8. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്ലൈ എന്ത് വരും, 30 × 20 പ്ലസ് അല്ലെ, നമ്മൾ അങ്ങനെ എടുക്കുക, 30 × 20 ദെൻ 30 × 8 പ്ലസ് 6 × 20 പ്ലസ് 6 × 8. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ 2 സീറോസ് ഉണ്ടല്ലേ, സീറോ. ശരിക്കും ഇത് ഏതിൻ്റെ പ്ലേസിൽ വരേണ്ട നമ്പേഴ്സാണ്, 1000ൻ്റെ പ്ലേസിൽ വരേണ്ട നമ്പേഴ്സാണ്. സോ അതുകൊണ്ടാണ് ഇതിന് നമ്മൾ 30 × 20 600 എന്ന് എഴുതാതെ 600 വരും. ഓക്കെ, 600ന് പകരം നമ്മൾ അതിന് എങ്ങനെ എടുക്കുന്നു, 6 × 100. ഓക്കെ, അടുത്ത് 30 × 80. 30 × 80 നമുക്ക് എന്ത് വരും, 240 അല്ലേ. 240 വരുന്നതിന് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, 24 × 10. അവിടെ 6 × 20 എന്ത് വരെ, 110, സോറി 120 വരും. 120 നമ്മൾ ഇങ്ങനെ എടുക്കുന്നു, ഓക്കെ 120 വരും. ഇത് 120 നമുക്ക് എങ്ങനെ എടുക്കുന്നു, 12 × 10. അവിടെ 6 × 8 അങ്ങനെ തന്നെ എടുക്കുന്നു, എന്താണ് 48. സോ ഇത് നോക്കിയാൽ ഇത് 100ൻ്റെ പ്ലേസ്, ഇത് രണ്ടും 10ൻ്റെ പ്ലേസ്, ഇത് 1ൻ്റെ പ്ലേസ് വരേണ്ട നമ്പേഴ്സാണ്. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഇവിടെ എങ്ങനെ ഒരു സ്പ്ലിറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. സോ അത് 6 × 100. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇതിവിടെ കാണാൻ പറ്റും, 6 × 100 എന്താ ആക്ച്വലി 30 × 20 ചെയ്യുമ്പോൾ 600 വരും. അതിന് പകരം എന്ത് ചെയ്യുന്നു, 3 × 2 ചെയ്ത് 6 എടുത്തിട്ട് അതിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടോ, ഈ 6 × 100 അല്ലേ ദിസ് വൺ അല്ലേ. 1 സെക്കൻഡ്, ഓക്കെ, 6 × 100 അല്ലേ ദിസ് വൺ. ഇത് കണ്ടോ, 6 × 100 സെയിം 6 × 100. ദെൻ 36 × 10 അതെവിടെ നിന്നാണ് വന്നത്, ഈ 24 × 10ഉം 12 × 10ഉം. ഇതിൽ 24 × 10 ആഡ് ചെയ്യും, അതായത് ഈ ഇത് ആഡ് ചെയ്താൽ നമ്മൾ 240 + 120 ആഡ് ചെയ്ത് എന്ത് നമുക്ക് 360 വരും അല്ലേ. അല്ലെങ്കിൽ 24 + 12 36 ഇൻറ്റു ഇതിൻ്റെ കോമൺ ആയിട്ട് എടുത്ത 10. സോ അങ്ങനെയാണ് എന്ത് 36 × 10 വന്നത്, ദെൻ 48. അപ്പോൾ അവിടെ പ്ലേസ് വാല്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ആയിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഈ 10ൻ്റെ പ്ലേസിലുള്ള രണ്ടെണ്ണത്തിന് മൾട്ടിപ്ലൈ ആയിട്ട് 10 × 10 100 കൊണ്ട് മൾട്ടിപ്ലൈ ആയിരിക്കുന്നു. ദെൻ 10ൻ്റെ പ്ലേസിലും 1ൻ്റെ പ്ലേസിലുള്ള നമ്പേഴ്സിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. 1 × 10 എന്താണ് 10, അതിന് മൾട്ടിപ്ലൈ 10 കൊണ്ട് മൾട്ടിപ്ലൈ ആയിരിക്കുന്നു. ദെൻ 1ൻ്റെ പ്ലേസിലുള്ള മൾട്ടിപ്ലൈ ഒന്നുമില്ല. സോ 6 × 8 1ൻ്റെ പ്ലേസിലുള്ളത് അങ്ങനെ എഴുതിയിരിക്കുന്നു. അങ്ങനെ എഴുതിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ അവർ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഈ രീതി എന്താണെന്നാണ് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, 10ൻ്റെ പ്ലേസിലുള്ളവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, 10 × 10 100ൻ്റെ പ്ലേസിലുള്ളത് കിട്ടും. അടുത്ത് 100ൻ്റെ പ്ലേസിൽ ആ ഒരു മൾട്ടിപ്ലൈ കിട്ടും. ദെൻ 10ൻ്റെ പ്ലേസിലും 1ൻ്റെ പ്ലേസിലുള്ള മൾട്ടിപ്ലൈ ചെയ്താൽ 10 × 1 10 കിട്ടും. സോ ആ 10ൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക. ദെൻ 1ൻ്റെ പ്ലേസിലുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. എന്നിട്ട് അതിനെ ആഡ് ചെയ്താൽ നമുക്ക് ഈ ആൻസർ കിട്ടും. സോ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതല്ല. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചെക്ക്
ദീസ് ഫോർ സം അതർ പ്രോഡക്റ്റ് ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ്. മറ്റ് ചില രണ്ടക്ക സംഖ്യകളിൽ ഈ രീതി പരീക്ഷിക്കുക. അനദർ 2 നമ്പേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പരീക്ഷിക്കാനാണ് അവർ പറയുന്നത്. സോ നമുക്കതെങ്ങനെ നോക്കാം. അങ്ങനെ നമുക്ക് വേറെ 2 നമ്പേഴ്സ് കൂടെ എടുത്ത് അത് പരിശോധിച്ച് നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം എടുക്കുന്നു 26 × 14. 26 × 14. 26 × 14 ശരിക്കുള്ള രീതിയിൽ നമ്മൾ എഴുതിയാൽ എങ്ങനെ വരും? ശരിക്കുള്ള രീതിയിൽ ഈ 2 രീതി പരീക്ഷിച്ച് നോക്കാമല്ലോ പറയുന്നത്. അപ്പോൾ പരീക്ഷിച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആണെന്ന് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് ആദ്യം 26 × 14 നമുക്ക് ശരിക്കും ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 364 കിട്ടും. ഓക്കെ, 26 × 14 എന്ന് പറഞ്ഞാൽ 364 ആണ്, 364 ആണ്. ഇനി നമുക്ക് ഈ രീതിയിൽ എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ 26 × 14 ആദ്യം എന്ത് ചെയ്യണം? ഈ രീതിയിൽ എഴുതുമ്പോൾ 2 × 1. 2 × 1. ഇനി 2 ഉം 1 ഏതിൻ്റെ പ്ലേസിലുള്ളതാ? 10ന്റെ പ്ലേസിലുള്ള. അപ്പോൾ എന്ത് കിട്ടും? 2 × 1 is 2. അതിനെന്ത് ചെയ്യണം? 2 × 1 is equal to 2. കുറച്ചൊരു സ്പേസിൽ എഴുതാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. ഓക്കെ, സോ ഫസ്റ്റ് 26 × 1 അല്ലേ, സോറി 26 × 14. സോ വാട്ട് ഈസ് 26 × 14? ശരിക്കും വരുന്നത് 364 ആണ്. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 2 × 1. 2 × 1. വാട്ട് ഈസ് 2 × 1? ഇറ്റ് ഈസ് 2. ദെൻ ഇത് ഏതിൻ്റെ പ്ലേസിലാണ്? 2 ഉം 10ന്റെ പ്ലേസിലാണ്, 1 ഉം 10ന്റെ പ്ലേസിലാണ്. സോ അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2 × 100 ഈക്വൽ ടു എന്തോന്നു? 200. അടുത്ത് 2 × 4. 1ന്റെ പ്ലേസും 10ന്റെ പ്ലേസും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 4 പ്ലസ് അടുത്ത് ഇവിടുത്തെ 1ന്റെ പ്ലേസ്, ഇവിടുത്തെ 10ന്റെ പ്ലേസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 1 എന്ത് കിട്ടും? 2 × 4 പ്ലസ് 6 × 1 എന്ത് കിട്ടും? ദിസ് ഈസ് 8 + 6 14 എന്ന് കിട്ടും. സോ ഇവിടെ എന്ത് ചെയ്യണം? 14 × 10. 14 × 10 ആൻസർ എന്തുവാ? 140. 140 എന്ന് കിട്ടും. നെക്സ്റ്റ് വൺസിൻ്റെ പ്ലേസിലുള്ള എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 4. 6 × 4 എന്ത് വരും? ഇറ്റ് ഈസ് 24. ആ 24 ഇവിടെ എഴുതുക. സോ നൗ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ്? എന്താണ് 26 × 14 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് നമ്മൾ ആഡ് ചെയ്താൽ എന്ത് വരും? 4 6 3 364 എന്ന് വരും. സോ നമ്മളെടുത്ത് പരിശോധിച്ചു, ഒരു സെറ്റ് എടുത്ത് പരിശോധിച്ചു, അത് ഓക്കെ ആണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു സെറ്റ് എടുക്കാം. സോറി, അടുത്ത നമുക്ക് ഏത് നമ്പർ എടുക്കാം? അടുത്തൊരു നമ്പറായിട്ട് 42 × 36. ഓക്കെ, ഈ 2 നമ്പേഴ്സ് എന്താണ്? 42 × 36. 42 × 36 മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? 42 × 36 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1512 കിട്ടും. ഓക്കെ, 1512. അപ്പോൾ 1512 നമുക്ക് ഈ പറയുന്ന രീതിയിൽ ചെയ്താൽ കിട്ടുമോ എന്നുള്ള കാര്യം അത് നോക്കാം. സോ ആദ്യം എന്ത് ചെയ്യണം? 4 × 3 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ആദ്യം 4 × 3 മൾട്ടിപ്ലൈ ചെയ്താൽ 4 × 3 അത് 10ന്റെ പ്ലേസിലുള്ളതാണ്. സോ 4 × 3 is 12. 10ന്റെ പ്ലേസിൽ വരുമ്പോൾ എന്താണ്? 10 × 10 100. സോ ഇറ്റ് ഈസ് 12 × 100 എന്ത് വരും? 1200. ദെൻ 4 × 6 10ന്റെ പ്ലേസുകൾ 10 1 ഉം 10 ഇവിടെ 10ന്റെ പ്ലേസും ഇവിടുത്തെ 1ന്റെ പ്ലേസും. സോ 4 × 6 പ്ലസ് അടുത്ത് ഇവിടുത്തെ 1ന്റെ പ്ലേസ്, ഇവിടുത്തെ 10ന്റെ പ്ലേസും 2 × 3. 10ന്റെ സ്ഥാനവും 1ന്റെ സ്ഥാനവും നമ്മൾ ഗുണിച്ചു. എന്ത് കിട്ടും? ഇത് ഉത്തരം 4 × 6 പ്ലസ് 2 × 3 എന്താണ്? 24 + 6 30 കിട്ടും. സോ 30 ഇൻറ്റു ഏതിൻ്റെ പ്ലേസ് ആയിരുന്നു അത്? 1ന്റെയും 10ന്റെയും. അപ്പോൾ 1 × 10 10 ആണ് കിട്ടുക. സോ ഇറ്റ് ഈസ് 300. അടുത്ത 1ന്റെ പ്ലേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ അല്ലേ. 2 × 6 2 × 6 എന്നാണ് 12. സോ ദിസ് ഇസ് 12. സോ നൗ എന്തായിട്ട് നമുക്ക് പ്രോഡക്റ്റ് 42 × 36 എന്ന് പറയുന്നത് എന്താ വരിക? 1200 + 300 + 12. സോ ആഡ് ചെയ്യുമ്പോൾ ദിസ് ഇസ് 2, ദിസ് ഇസ് 1, ദിസ് ഇസ് 5, ദിസ് 1. സോ 1512 1512 അല്ലേ കിട്ടിയത്? അതെ, 1512 ആണ് കിട്ടിയത്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു, എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ,
അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ 2-3 നമ്പേഴ്സ് എടുത്ത് ഇതുപോലെ ചെയ്ത് നോക്കാം. ആദ്യം അതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. ഓക്കെ, ഇത് പ്ലേസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്, വേറെ ഒന്നുമല്ല. 10ൻ്റെ പ്ലേസുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പ്ലേസ് വാല്യൂ 100 വരും. 10 ഒന്നിൻ്റെയും പ്ലേസുകൾ 10ൻ്റെ 1ൻ്റെയും പ്ലേസുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 10 × 1 10 ആയിട്ട് വരും. സോ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ 100ഉം 10ഉം കിട്ടുന്നത്. ശരി, നമുക്ക് ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ 2-3 ക്വസ്റ്റ്യൻസ് എഴുതി ട്രൈ ചെയ്ത് നോക്കുക. ഇനി എക്സ്പ്ലെയിൻ വൈ ദിസ് വർക്ക്സ് യൂസിങ് ആൾജിബ്ര. ഇത് ശരിയാകാനുള്ള കാരണം ബീജഗണിത രീതിയിൽ വിശദീകരിക്കുക. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ബീജഗണിത രീതിയിൽ എടുക്കാനല്ലേ പറയുന്നത്. നമുക്ക് 2 നമ്പേഴ്സ് അല്ലേ, ഒരു പറയുന്നത് ഏത് നമ്പേഴ്സ് എടുക്കാനാണ് പറയുന്നത്, അവർ പറയുന്ന നമ്പേഴ്സ് 2 ഡിജിറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുക 10m + y. 10m + y ഒരു നമ്പർ എടുക്കാം, സോറി 10m + n എന്ന് എടുക്കാം. ഓക്കെ, വാട്ട് ഇറ്റ് ഈസ് 10m + y എന്ന ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടി നമുക്ക് ഒന്ന് കറക്റ്റ് ചെയ്യാം. എളുപ്പത്തിന് വേണ്ടി 10m + n എന്ന് എടുക്കാം. ഒരു നമ്പർ എന്നാണ് 10m + n. 2 ഡിജിറ്റ് നമ്പറിന് ഇങ്ങനെ 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിലോ 100m + n. 4 ഡിജിറ്റ് ആണെങ്കിൽ 1000m + n. ഓക്കെ, അങ്ങനെയാണ് എടുക്കുക. So this is a 2 digit number. Then another 2 digit number നമുക്ക് 10x + y എന്ന് എടുക്കാം. 10x + y. സോ ഇതിനെ സിംപ്ലി നമ്മൾ 10 ഇല്ലാതെ നമ്മൾ എഴുതിയാൽ നമുക്ക് എന്തായിട്ട് തോന്നും, എമ്മും എന്നും ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. mnഉം xyയും mnഉം xyയും, അതായത് 36ഉം 27 എഴുതുമ്പോൾ എന്ത് വരും, എക്സ്പ്ലെയിൻ ചെയ്തുമ്പോഴാണ് 30 + 6ഉം 20 + 7ഉം വരുന്നു അല്ലേ. 30 + 6 എന്ന് പറഞ്ഞാൽ 10 × 3ഉം ഇത് 10 × 2. ഓക്കെ, ആ രീതിക്ക് വരിക. സോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരത്തെ പറഞ്ഞ രീതിക്ക് എഴുതി ചെയ്യാം. അതായത് m × x, mxന് എന്ത് ചെയ്യാം, mx × 100. കാരണം ഇത് രണ്ടും 10ൻ്റെ പ്ലേസ് അല്ലേ, 10ൻ്റെ പ്ലേസ് അല്ലേ. m × x mx എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ mx 10ൻ്റെ പ്ലേസ് ആണ് ദീസ് ടു. സോ 100 കൊണ്ട് മൾട്ടിപ്ലൈ, സോ ഇറ്റ് ഈസ് 100 mx. അടുത്ത് my 10ൻ്റെ പ്ലേസും ഇവിടെ 1ൻ്റെ പ്ലേസും my പ്ലസ് ഇവിടുത്തെ 1ൻ്റെ പ്ലേസ് ഇവിടുത്തെ 10ൻ്റെ പ്ലേസും nx. my + nx ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ, my + nx × 10. അപ്പോൾ എന്ത് കിട്ടും, 10 my + nx എന്ന് കിട്ടും. അടുത്ത് വൺസിൻ്റെ പ്ലേസിലുള്ള മൾട്ടിപ്ലൈ ny, ദാറ്റ് ഈസ് ny. സോ നമ്മൾ സം എടുത്ത് എന്ത് വരും, 100 mx + 10 my + nx + ny എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇക്വേഷൻ 1, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഈ രീതിയിൽ മെത്തേഡ് നമ്പർ 1 ഇതാണ്, അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 ഇതാണ്. 10m n + 10x + y. പ്രോഡക്റ്റ് എന്ത് കിട്ടി, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ദെൻ നെക്സ്റ്റ് ഇക്വേഷൻ നമ്പർ 2 എടുക്കുക. ഇതേ സാധനം തന്നെ 10m + n ഉം 10x + y. 10m + n × 10x + y. ഇതിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. ഈ പ്രോഡക്റ്റ് ഓഫ് സം രീതിയിൽ 10m × 10x 100mx പ്ലസ് 10m × y എന്താണ് 10my പ്ലസ് അടുത്ത് n × 10x 10nx പ്ലസ് n × y ny. സോ ഇതെന്ത് വരും, സോ ഇത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കുക. എന്താണ് 100mx പ്ലസ് ഇവിടുന്ന് കോമൺ ആയിട്ട് 10 എടുത്തൂടെ, 10my + nx പ്ലസ് ny. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഇവിടെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഇവിടുത്തെ ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്. സോ കമ്പയറിങ് ഇക്വേഷൻ 1 and 2,
നമുക്ക് എന്ത് ചെയ്യാം, ഇത് സെയിം ആണെന്ന് തെളിയിക്കുക അല്ലേ ബീജഗണിത രീതിയിൽ. സോ ദിസ് ദ എക്സ്പ്ലനേഷൻ. സോ ദിസ് വിൽ ബി സെയിം ഇക്വേഷൻ 1 and 2. ഇക്വേഷൻ 1 ഈസ് ഈക്വൽ ടു ഇക്വേഷൻ 2. സോ ഹെൻസ് ഇതിൻ്റെ ഒരു ജനറലൈസേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എന്താ നമുക്ക് ആ പ്ലേസിന്റെ പ്രോഡക്റ്റ്, പ്ലേസ് വാല്യൂസിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടെ മൾട്ടിപ്ലൈ, നമ്പേഴ്സിന്റെ കൂടെ എന്ത് ചെയ്യുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആ സ്ഥാനത്തിന്റെ വിലകളുടെ ഗുണനം കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അതാണ് ഈ 100ഉം 100ഉം കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ. 100, 10 ഇതൊക്കെ വന്നത്. സോ ഈ രണ്ട് ഇക്വേഷൻസ് ഓക്കെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിലും എന്ത് ചെയ്യാം, ഈ രീതിയിലും ചെയ്യാം. വേറെ പ്രശ്നമൊന്നും ഇല്ല. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ദിസ് ഈസി. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതാണെന്ത്, ദിസ് ഇസ് ദ ഈസി മെത്തേഡ്. ഓക്കെ, കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, സോ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് സെക്കൻഡ് സെക്ഷൻ ഇതോടെ കഴിഞ്ഞു. 4th ചാപ്റ്ററിന്റെ സെക്കൻഡ് സെക്ഷൻ ഇതോടെ കഴിഞ്ഞു. ബാക്കി അടുത്ത സെക്ഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി മനസ്സിലായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്ത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.